3 ഹോം തിയേറ്റർ ഇവിടെ കാണുന്നില്ലേ? 3 ഹോം തിയേറ്ററിനോ 3 മൾട്ടിമീഡിയ സ്പീക്കറിനോ എന്ത് വേണമെങ്കിൽ പറയാം. കുറേ കാലത്തിന് ശേഷം ഒരു ഫോൾട്ട് ഫൈൻഡിങ് വീഡിയോ ചെയ്താലോ എന്നൊരു ആലോചന. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് എടുത്ത് വെച്ച്. പിന്നെ ഇത് വന്നതാണ് നമുക്കിവിടെ ചെക്കിങ്ങിന് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ കുറേ പേര് ഒരുപാട് സംശയം ചോദിക്കുന്നില്ലേ? അപ്പോൾ അതിന് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ട നിങ്ങൾക്ക് അതൊരു ഉപകാരം ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്കിങ് ആയിട്ടുള്ള അത് ഫോൾട്ട് ഫൈൻഡിങ് ആണ് വീഡിയോ, ഫോൾട്ട് സോൾവിങ് അല്ല. അതായത് ഞാനിവിടെ അത് നന്നാക്കാൻ സാധ്യതയില്ല, ഞാനത് ഫോൾട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾട്ട് നിങ്ങളുടെ വീട്ടിലെ മൾട്ടിമീഡിയ സിസ്റ്റത്തിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നിന് തുടങ്ങാം, ബാക്കി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താ കംപ്ലയിൻ്റ് എന്ന് സത്യത്തിൽ എനിക്ക് പോലും അറിയില്ല. ഇത് ഓണാവും ഓഫാവും അങ്ങനെയാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. പിന്നെ ഇതിന് സൗണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് ചിലതില്ല, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കംപ്ലയിൻറ്റുകളാണ് വന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ചെറിയ ഈ ചൂട് കാരണം ചെറിയൊരു ഫാൻ്റെ നോയ്സോ മറ്റോ നിങ്ങൾക്ക് വീഡിയോയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ തുടങ്ങാം ആദ്യം. അപ്പോൾ ഇതിന് രണ്ടിനും മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഓൺ ചെയ്ത് നോക്കുക. ഇതിന് ഓണാവും വർക്ക് ചെയ്യും ഓഫാവും അങ്ങനെയാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഓൺ ചെയ്ത് നോക്കാം ആദ്യം. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ കത്തുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഓണായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഡിസ്പ്ലേയും വന്നു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ചെക്കിങ്ങിൽ നമ്മൾ ഓൺ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാം. അപ്പോൾ ഇനി ഓൺ ആവാത്തതിൻ്റെ കാരണം പലതും ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓൺ ആവുക ഓഫ് ആവുക അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പല കാരണവും ഉണ്ടാവും. ലൂസ് കണക്ഷൻ, മെയിൻലി ലൂസ് കണക്ഷനാണ് വരിക. അതില്ലാത്ത ഒരു കാരണമല്ല, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരിക. അപ്പോൾ നമുക്ക് തട്ടിമുട്ടിയൊക്കെ നോക്കുക. ആദ്യം ജസ്റ്റ് ഡ്രൈയിൽ എന്തെങ്കിലും സംഭവിച്ചാണോ ഒന്ന് തട്ടിയൊക്കെ നോക്കുക. അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാബിനറ്റിൻ്റെ കവർ അയച്ചിട്ട് നമ്മുടെ സ്ക്രൂ അയച്ച് വെച്ചാണ്. ഇപ്പോൾ ഓഫായിട്ടില്ല. ഇതിൽ ട്രാൻസ്ഫോമർ ടൈപ്പ് സപ്ലൈ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഈ ഒരു സെക്ഷനിൽ മാത്രമേ ഡേഞ്ചറുള്ളൂ, ആ ഭാഗത്തേക്ക് ഡേഞ്ചറില്ല. പക്ഷേ ഇത് SMPS ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബോർഡിൽ ലൈവ് ആയിരിക്കും. ബോർഡിൽ കറണ്ട് ഉണ്ടാവും, പവർ ഉണ്ടാവും. 220 വോൾട്ട് AC അത് DC ആയിട്ട് കൺവേർട്ട് ആയിട്ട് അത് നല്ല പവറിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ബോർഡിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അല്ലാത്തതിന് സേഫ്റ്റി ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആ ബോർഡ് ഒന്ന് ഇളക്കി നോക്കാൻ പോവാണ്. അങ്ങനത്തെ ഒന്നും അല്ല കാണുന്നത്. നോട്ടെ, AC കോഡ് അല്ല, സ്വിച്ചല്ല. ഇപ്പം നോർമൽ കേസിൽ നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോർഡിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക AC കയറുന്നിടത്ത്, TC ആവുന്നിടത്ത്, 5 വോൾട്ട് ഉള്ളിടത്ത്, 12 വോൾട്ട് ഉള്ളിടത്ത്, അങ്ങനത്തെ ഓരോ സെക്ഷൻ ഉണ്ടല്ലോ അതിൽ ഓരോ ഭാഗം ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അത് വല്ലപ്പോഴാണ് ഓഫാവുന്നുള്ളപ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. അതായത് എപ്പോൾ ഓഫാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഓഫാവുന്നതെന്ന് കണ്ടെത്താൻ കുറച്ച് പാടുപെടും. അത് ശരിക്കും കണ്ടെത്താൻ നമ്മൾ ശരിക്കും ഇപ്പോൾ ബോർഡിൽ ചെക്ക് ചെയ്യാനുള്ളൊരു കാരണം ഇതിൽ കാണുന്നില്ല. കാരണം അത്രയ്ക്ക് ഇളകിയിട്ടും ഇതിനൊരു കാരണവും വരുന്നില്ല. അതായത് ഓഫാവുന്നൊരു കാരണം ഉണ്ടാവുന്നില്ല. അപ്പം എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ കണക്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കിയാൽ അതോ സോറി ഇവിടെയാണ് ഇതൊക്കെ. ഇവിടെ AC കോഡിലാണ് പ്രശ്നം കിടക്കുന്നത്. അല്ല പൂത്തിരി കത്തുമ്പോൾ ഇതാ വളരെ യാദൃശികമായിട്ട് ഞാനൊന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കോഡിൻ്റെ മുകളിൽ കാല് തട്ടിയപ്പോഴാണ് ഇത് കാണുന്നത്. അതായത് ഇവിടെ കംപ്ലൈൻറ്റേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഓഫായി പോകുന്നത് വല്ലപ്പോഴും ഇവിടെ സ്പാർക്ക് ചെയ്യുന്ന സമയത്താണ്. അതായത് ആ കണക്ഷൻ എന്തോ വയർ കട്ടായി കിടന്നിട്ട് വല്ലപ്പോഴും അതൊന്ന് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടാവും. അതാണ് അത് ഓഫായി പോകുന്നത്. അത് ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ പെട്ടെന്നാവും. ഇപ്പോൾ ഇതിൻ്റെ കാല് തട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടെ എത്തി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെക്ക് ചെയ്ത് ഒരുപാട് സമയം പോകും. പിന്നെ ലാസ്റ്റിലേക്കായിരിക്കും ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓണാവുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ AC കോഡ് പിടിച്ച് ഇളക്കിയൊക്കെ നോക്കിയില്ലേ, അപ്പോഴൊന്നും സംഭവിച്ചില്ല. പക്ഷേ അത് ഈ ജോയിൻ്റ് ഭാഗത്താണ് കിടന്നത്. അതിന് ഫേവറബിളായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അന്നേരം ഓഫാവാന്. അതിൻ്റെ കാല് തട്ടിയപ്പോൾ ഒന്ന് ഇങ്ങനെ ആയപ്പോൾ വർക്കൗട്ടായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല, ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കി വേറൊരു പ്ലഗ് കയറ്റുക അല്ലെങ്കിൽ ഒരു AC കോഡ് ഫുള്ളായിട്ട് മാറ്റുക. അപ്പോൾ
ഇനി ഇതിൽ വേറെ കളിക്കാനൊന്നുമില്ല, വേറെ ഇളക്കം ഒന്നുമില്ല. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈ വയർ കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ വർക്കിംഗ് ആണോ എന്ന്. അപ്പോൾ ഞാനിവിടെ ഈ വയർ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. ചാനൽസ് ഒക്കെ വർക്കിംഗ് ആണോ, ഇൻപുട്ട്സ് വർക്കിംഗ് ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ ഓൺ ചെയ്യാം. ഓക്കെ, ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഒരു സ്പീക്കർ കണക്ട് ചെയ്തിന്. അപ്പോൾ അത് ഓക്കെ. ഇനി അതിൻ്റെ മുകളിൽ കളിച്ചിട്ട് നേരെ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് പ്ലഗ് ഇട്ടാൽ മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഹോം തിയേറ്റർ നോക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സർവീസ് വന്നാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, അതായത് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കുന്നൊരു ഒരു പ്രശ്നത്തിലാണ് കുടുങ്ങിയെന്ന് വിചാരിക്കുക. കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഫോൾട്ടിൽ എത്താൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ അവിടെ പ്രഷർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇരുന്ന് മെനക്കെട്ട് അത് കണ്ടെത്താൻ നോക്കിയാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. അത് കണ്ടെത്തുന്നത് വല്ലാത്തൊരു പ്രയാസമായിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എറിഞ്ഞിട്ട് പോവുക, എടുത്തിട്ട് അവിടെ വെച്ചിട്ട് എങ്ങോട്ടേലും പോയി കളയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നിൽ എൻഗേജ് ആക്കുക. നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി നോക്കുക. എന്നിട്ട് പിന്നെ ഒരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ ഒരു മൈൻഡ് എല്ലാം ഫ്രഷ് ആയിരിക്കുമ്പോൾ വന്നിട്ട് നോക്കുക. സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ട് ആ പ്രശ്നം തീരും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രഷർ ചെയ്തിട്ട് ബലം പിടിച്ചിട്ടോ നമ്മൾ നോക്കരുത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഒന്ന് കണ്ടു, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടെത്താനായി. അതേപോലെ ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയില്ല, നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം എന്താ സ്ഥിതിയെന്ന്. അപ്പോൾ ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ചിലപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്, അത് ഒരു രക്ഷയില്ല. എങ്ങനെ സെർച്ച് ചെയ്തിട്ടും കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ അവിടെ മാറ്റി വെക്കുക, പിന്നീട് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ആ രീതി ഉണ്ടല്ലോ, അതായത് നമുക്ക് നമ്മളെ മാനസികമായിട്ടും കൂടി നമ്മളിതിന് തയ്യാറാകുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര സ്കില്ലാന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ടൊന്നും ഒരു സാധനം വർക്കൗട്ട് ആവില്ല. അത് ആ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ പറ്റണം. അപ്പോൾ ഇത് ഓണാക്കാൻ പോവാണ്. എന്താ സ്ഥിതി നോക്കാം. ഹായ് BT വന്നു, പോയോ, ഹായ് വന്നു. എന്തോ എവിടെയോ ഒരു പ്രശ്നം അല്ലേ, മോഡ് മാറുന്നുണ്ടോ, ഒന്നുകൂടി ഓഫാക്കി ഓണാക്കാം. ഹായ് BT വന്ന് അത് പോയി. അവിടെ എന്തോ അങ്ങനെ ഒരു സംഭവമാണ് കാണുന്നത്, അതായത് വന്ന് പോയി കളിക്കുന്നു. ഇതും അത് തന്നെയാണ് സ്ഥിതി എന്ന് നോക്കണം. BTയിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സെർച്ച് ചെയ്താൽ കാണുമോ നോക്കാം. BT09L എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കണക്ട് ചെയ്ത് നോക്കട്ടെ പെയർ. അപ്പോൾ അത് വർക്കിംഗ് ആണ്. നമുക്ക് വർക്കൗട്ട് ആയാൽ നമുക്കതിൽ അത് നോക്കാം. അത് കൂടാതെ ഇവിടെ പെൻഡ്രൈവ് ഉണ്ടല്ലോ, പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കാം. റീഡൗണ്ട്. ഇനി എന്താ സംഭവം നോക്കുക. സ്പീക്കർ കണക്ട് ചെയ്യാം. വോളിയം ഇല്ല. അടുത്ത ചാനൽ നോക്കാം, അവിടെ ഇല്ല. അപ്പോൾ ഔട്ട്പുട്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒന്ന് അയച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ വയർ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഓക്സ് ഇൻപുട്ടെന്നോ ടി വി ഓപ്ഷൻസെന്നോ മറ്റോ വയറെടുത്തിട്ട് നേരെ നമ്മളെ ബ്ലൂടൂത്ത് പാനൽ ഇവർ കയറ്റിയതാണല്ലോ. അപ്പോൾ അതിനകത്തോട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇവിടെയൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്താലേ ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഓപ്ഷൻ സെലക്ട് ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്തോ ഹാക്ക് ചെയ്തിട്ട് അതായത് ഡയറക്റ്റ് ആക്കിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമായിരിക്കും സൗണ്ട് ഇല്ലാത്ത. നമ്മൾ ആ സെലക്ഷൻ ഒന്ന് മാറ്റി വെക്കാം. ഇവിടെ ഇതിനുള്ളിൽ ലൈറ്റ് പോയി പോയതാണ്, ലൈറ്റ് ഇല്ല എന്നുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ കാണുന്നുണ്ട്, നോക്കിയാൽ അത് ഫങ്ഷൻസൊക്കെ വർക്കിംഗ് ആണ്. നമുക്കിപ്പോൾ ഈ ഓപ്ഷൻസ് ഇവിടെ മാറ്റി നോക്കാം എന്താ സംഭവിക്കുന്നത്, എന്നാലേ അറിയുള്ളൂ. FM ഇപ്പോൾ ഓക്കെ. ഇനി വോളിയം കൂടുന്നില്ല, വോളിയം കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ബട്ടൺ പോയതായിരിക്കും. അതായത് ഈ ഭാഗത്ത് വോളിയം കൂടുന്നില്ല, അപ്പോൾ കുറയാണ് ചെയ്യുന്നത്. അതായത് കുറയുന്ന ബട്ടൺ ഓക്കെയാണ്, കൂട്ടുന്ന ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ചിലപ്പം 18 നിൽക്കുകയാണ് ഇപ്പോൾ വോളിയം. ഓക്കെ, അപ്പോൾ അത് കൂട്ടിയാൽ ഇത് ഓക്കെയാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്.
അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ആവാത്തത് കൊണ്ടായിരിക്കും അവർ കൊണ്ടുവന്ന് അതായിരിക്കും സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, ഇവിടെ ഒരു ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം അത്രയേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ ഫോൾട്ട്. അപ്പോൾ വോളിയം ബട്ടൺ മാറ്റി വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം സോൾവ്ഡ്. അതായത് സൗണ്ട് കുറവ് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, വളരെ പതുക്കെ അത് പ്ലേ ആവുന്നു. വോളിയം 15 ഉള്ളൂ, 50 കിട്ടേണ്ട വോളിയം 15 കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ബട്ടൺ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിന് അതാണ് പ്രശ്നം. ഇനി ബാക്കി ചാനൽസൊക്കെ അവിടെ നോക്കിയായിരുന്നു, എല്ലാ ചാനൽസും ഒക്കെയാണ്, സബ് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫോൾട്ട് കണ്ടെത്താനുള്ള ഒരു സമയം അതിൻ്റെ ആ ഒരു രീതിയും കണ്ടില്ലേ. ഒന്നിനും വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, മാരകമായ രോഗമൊന്നുമില്ല. ഒന്നും കൂടി ഉണ്ട്, എന്താ സ്ഥിതി നോക്കാം. അടുത്തത് ഏതാ കമ്പനി? നേരത്തെ ഫിലിപ്സ് ആയിരുന്നു. കിങ്സോണിക്. കിങ്സോണിക്കിൻ്റെ കുറേ ആൾക്കാരുണ്ട്, എന്താ അറിയില്ല, വില കുറവിൽ അന്ന് കിട്ടിയിരുന്നൊരു സാധനമാണ് കിങ്സോണിക്. നല്ല വർക്കിങ്ങും ആയിരുന്നു സംഭവം, നല്ല എഫക്റ്റുള്ളൊരു സാധനമായിരുന്നു. ഇത് ഓണാക്കാം. ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓണായിട്ടുണ്ട്. പെൻഡ്രൈവ് ഇട്ട് നോക്കാം. മോഡ് മാറ്റേണ്ടി വരുമോ എന്ന് നോക്കാം. മോഡ് ഇൻപുട്ട് വർക്കിംഗ്, ഇൻപുട്ട് വർക്കിംഗ് അല്ല, ബട്ടൺ വർക്കിംഗ് അല്ല, വോളിയം വർക്കിംഗ് അല്ല, സ്റ്റാൻഡ് ബൈ മാത്രം വർക്കിംഗ് ആണ്. ബാക്കി ബട്ടൺസ് എല്ലാം ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി എടുക്കാനുള്ള ചാൻസ് കുറവാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഇൻപുട്ട് എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ മോഡ് മാറ്റേണ്ടി വരും. ഇവിടെ FM USB ഇൻപുട്ട് ഇവിടെ സെലക്ഷൻ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് അയച്ചു നോക്കിയിട്ട് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് നോക്കാം. അതായത് ആ ബട്ടണിൻ്റെ ഏരിയ ഷോർട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും ഏകദേശം. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഗമ്മിട്ടിട്ട് ഇവിടെ ഒരു സ്റ്റിക്കറൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. മുൻകൂട്ടി ആരോ പൊളിച്ച് പണിഞ്ഞിട്ടോ അല്ലെങ്കിൽ വീണ് പൊട്ടിയിട്ടോ മറ്റോ അങ്ങനെ ചെയ്തതായിരിക്കും. അപ്പോൾ അത് അയച്ചാൽ നമുക്കിവിടെ ഈ ഏരിയയിലായിട്ട് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ഷോർട്ടിങ്ങിലൂടെ അത് സെലക്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ സ്വിച്ചിന് നേരെ ജസ്റ്റ് ഞാൻ ഈ ടീസർ വെച്ചാണ് കൊടുക്കുന്നത്. യെസ്, USB സ്വിച്ച് പോയിട്ടുണ്ട്. സബ് വൂഫർ വർക്കിംഗ് ആണ്. നമ്മൾ ചാനൽ സ്പീക്കർ കൊടുത്തു നോക്കാം. ചാനൽസ് വർക്കിംഗ് ആണ്. ഇവിടെ നല്ല ചിലപ്പുണ്ട്. അതായത് സബ് വൂഫർ സബ് വൂഫറിൻ്റെ പേപ്പർ കോണ് കീറി കിടക്കുകയാണ്. ഇത് അവിടെ നോക്കിയാൽ ഇതുണ്ടോ, ഈ പേപ്പർ നോക്കിയാൽ ഇതിവിടെ കീറി കിടക്കണോണ്ട് ഇവിടെ ഭയങ്കര ചിലപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് സബ് വൂഫറിൽ നിന്ന് ചിലപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടാൽ ബാക്കിയൊക്കെ ക്ലീനാണ്. ഓക്കെ, എന്തോ കാരണം കൊണ്ട് ചിളങ്ങിപ്പോയതാണ്, കീറിപ്പോയതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ ചിലപ്പിന് കാരണം. മറ്റേ ചാനൽസ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പെൻഡ്രൈവ് കണക്ട് ചെയ്തു. ഞാനിവിടെ ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ നോക്കി, സെലക്ട് ആയില്ല. മോഡ് മാറ്റാൻ നോക്കി, മാറിയില്ല. വോളിയം കൂടാൻ കുറയ്ക്കാൻ നോക്കി, വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മളൊരു സാധാരണ ഐഡിയ വെച്ചിട്ട് നമ്മൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കാം എന്ന നിലയ്ക്ക് അവിടുന്ന് സ്വിച്ചിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്പോൾ വർക്കൗട്ടായി. അപ്പോൾ വർക്കൗട്ടായി കഴിഞ്ഞപ്പോൾ വോളിയം എല്ലാം സ്വിച്ച് പോയതാണ് എന്ന് മനസ്സിലായി. നമ്മളിവിടെ സ്പീക്കർ കണക്ട് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്തു. ഒരു രീതി അത്. രണ്ടാമത്തെ പറ്റിയ ഹോം തിയേറ്റർ, ഫിലിപ്സിൻ്റെ ഹോം തിയേറ്റർ. അതായത് അതിൻ്റെ ഇൻപുട്ട് ഇതിൽ സെലക്ട് ആവാത്തതിൻ്റെ കാരണമായിരുന്നു. ഇൻപുട്ട് സെലക്ട് ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ലൈറ്റിൽ ആ ഉള്ളിലെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് വർക്ക് ചെയ്ത് നമ്മൾ ഒബ്സർവേഷനാണ്. അത് സ്കില്ല് മാത്രമല്ല, ഒബ്സർവേഷൻ. അപ്പോൾ അത് നമ്മളത് കണ്ടത് കൊണ്ട് അല്ലെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ ഇൻപുട്ട് എടുക്കും. അവർ ഓക്സിനിലേക്കാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്തത്. അപ്പോൾ എങ്ങനെ ഇൻപുട്ട് എടുക്കും അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ തോതിൽ ഡിസ്പ്ലേ കാണുന്നത്. അപ്പോൾ അത് ഫംഗ്ഷൻ കിട്ടിയപ്പോൾ അതിൻ്റെ ഇതുപോലെ തന്നെ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. വളരെ നിസ്സാരമാണ്. അതും സ്വിച്ച് കംപ്ലൈൻറ്റ്. മറ്റേത് AC കോഡ് പോയത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കംപ്ലൈൻറ്റുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച്. വളരെ സിമ്പിളായിട്ട് അപ്പോൾ അത് കണ്ടെത്താൻ എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ റിപ്പയറിംഗ് ബേസിക്സിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് ലെവലിൽ കമ്പണൻ ലെവലിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുവിധം 20-something വീഡിയോ അതിലുണ്ട്. 40 വീഡിയോ വരാണ്ട് വിത്ത് TV അടക്കം, LED TV. അപ്പം അത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കോഴ്സ് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 199 രൂപയാണ് ഒരു കോഴ്സ്. ആ കോഴ്സ് 1 ടൈം പർച്ചേസ് ആണ്. സ്ഥിരമായിട്ട് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വാങ്ങിയാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഫുൾ ടൈം. അപ്പോൾ അത് ഈ ചാനലിൽ നമുക്ക് ഡിസ്പ്ലേ, അതായത് പരസ്യമായിട്ട് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് പുറത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു കഞ്ഞി പാറ്റ എന്നുള്ളൊരവസ്ഥ വരുന്ന കാര്യങ്ങൾ
ആവശ്യമുള്ളവർക്ക് അത് പേഴ്സണലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആ കോഴ്സ് എന്ന നിലയ്ക്ക് ആ വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ നോക്കിയിട്ട് അത് മനസ്സിലാക്കാം. പിന്നെ LED TV യുടെ ഒക്കെ ആ ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു ചെക്കിങ് ബേസിക്സ് അതിൽ വരും. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് വരിക. അതായത് കുറച്ച് വർക്ക് ചെയ്യാണ്ട് നല്ല രീതിയിൽ അത് വർക്കൗട്ടാക്കുക, അതായത് കോഴ്സാക്കി വീഡിയോ ആക്കി മാറ്റാൻ. അപ്പോൾ ആ സമയം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. യൂസ്ഫുൾ ആയില്ലെങ്കിലും അഭിപ്രായം അറിയിക്കുക. ഇനി യൂസ്ഫുൾ ആക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ഒന്നും കൂടി വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിലാണ്.